ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഉൾപ്പെടുത്താത്ത ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ ഓരോരോ സെക്ഷനുകളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ PN പണിക്കരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കിയെങ്കിൽ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ തൂലികാ നാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയത്. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ തൂലികാ നാമങ്ങളും അതേപോലെ തന്നെ ആത്മകഥ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇരുന്ന് പഠിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെറുതെ ചോദ്യവും ഉത്തരവും മാത്രമല്ല പറഞ്ഞു പോകുന്നത്. ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ കൂടെ കുറെ അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ക്വിസ് മത്സരങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം AK ആന്റണി. അതായത് PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് AK ആന്റണി. 1995 ജൂൺ 19 PN പണിക്കർ അന്തരിക്കുന്നത്. അതിനുശേഷം 1996 ആദ്യമായി വായനാ ദിനം ആഘോഷിക്കുന്നത്. എപ്പോഴാണ്? 1996 ജൂൺ 19. അപ്പോൾ ആ ഒരു ദിവസം വായനാ ദിനമായി പ്രഖ്യാപിച്ച കേരള മുഖ്യമന്ത്രിയാണ് AK ആന്റണി. രണ്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ആരാണ് ഈ ഒരു മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ എഴുതിയത് എന്ന് കൂടി പഠിക്കുക. CV രാമൻ പിള്ളയാണ്. 1891 ഈ ഒരു കൃതി അദ്ദേഹം രചിക്കുന്നത്. ഇതൊരു ചരിത്ര നോവലാണ് എന്ന് മറക്കരുത്. തിരുവിതാംകൂർ ചരിത്രത്തെ പശ്ചാത്തലമാക്കിയാണ് ഈ നോവൽ രചിക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. ജ്ഞാനപീഠ പുരസ്കാരം രണ്ടാമത് നേടിയ മലയാളിയാണ് SK പൊറ്റക്കാട്. 1980 അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന പ്രശസ്തമായ നോവലിനാണ് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ ആദ്യം ആർക്കാണ് ലഭിച്ചത് എന്ന് ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്. നമ്മളിത് നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസിലും പറഞ്ഞതാണ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി G ശങ്കരക്കുറുപ്പാണ്. 1965 അദ്ദേഹത്തിന് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഇത് ലഭിച്ചത് എന്ന് മറക്കരുത്. നാലാമത്തെ ചോദ്യം, കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന മലയാളത്തിലെ പ്രശസ്ത ചരിത്ര നോവലിസ്റ്റ് ആരാണ്? നമ്മൾ തൊട്ടു മുമ്പ് മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ രചിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയായ CV രാമൻ പിള്ള തന്നെയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. വിഖ്യാത ഇംഗ്ലീഷ് ചരിത്ര നോവലിസ്റ്റായ സർ വാൾട്ടർ സ്കോട്ടിനോട് ഉപമിച്ചാണ് CV രാമൻ പിള്ളയെ കേരള സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, PN പണിക്കരുടെ വെങ്കല പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം രാംനാഥ് കോവിന്ദ്. 2021 രാംനാഥ് കോവിന്ദ് ഇത് ചെയ്തത് എന്നുകൂടി ഓർത്തിരിക്കുക. തിരുവനന്തപുരം പൂജപ്പുരയിലാണ് PN പണിക്കരുടെ പൂർണ്ണമായ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവൽ ഏതാണ്? ഉത്തരം പൃഥ്വിപതി. അതായത് KP ശങ്കരമേനോൻ 1934 എഴുതിയ ഈ നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര നോവലായി കണക്കാക്കപ്പെടുന്നത്. നോവലിന്റെ പേര് മറക്കരുത്. പൃഥ്വിപതി എന്നാണ് നോവലിന്റെ പേര്. രചിച്ച ആള് KP ശങ്കരമേനോൻ. രചിച്ച വർഷം 1934. ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഉത്തരം R നാരായണ പണിക്കർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് R നാരായണ പണിക്കർ. 1955 അദ്ദേഹത്തിന്റെ
കേരള ഭാഷാ സാഹിത്യ ചരിത്രം എന്ന 7 വാല്യങ്ങളുള്ള സമഗ്ര പഠന ഗ്രന്ഥത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആരാണ് ആദ്യം നേടിയത്? ആർ നാരായണ പണിക്കർ 1955 പ്രധാനമായും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ അച്ചടി പുസ്തകം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ അച്ചടി പുസ്തകം ഡയമണ്ട് സൂത്ര എന്ന പുസ്തകമാണ്. AD 868 ചൈനയിലാണ് തടികൊണ്ടുള്ള ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഈ പുസ്തകം അച്ചടിച്ചത്. ഓക്കെ, പുസ്തകത്തിന്റെ പേര് മറക്കരുത്, ഡയമണ്ട് സൂത്ര. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു ലൈബ്രറി അതായത് നാഷണൽ ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു ലൈബ്രറി അല്ലെങ്കിൽ നാഷണൽ ലൈബ്രറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1836 സ്ഥാപിതമായ ഈ ലൈബ്രറിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കുട്ടികളുടെ സാഹിത്യത്തിന് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര പുരസ്കാരം ഏതാണ്? ഉത്തരം ബാലസാഹിത്യ പുരസ്കാർ. അങ്ങനെയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി എല്ലാ വർഷവും മികച്ച ബാലസാഹിത്യ കൃതികൾക്കും എഴുത്തുകാർക്കും നൽകുന്ന അവാർഡാണിത്. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗുട്ടൻബർഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. കേരളത്തിലെ ഗുട്ടൻബർഗ് എന്നറിയപ്പെടുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിച്ച് മലയാള അച്ചടി അക്ഷരങ്ങൾക്ക് കൃത്യമായ വടിവ് നൽകിയതിനാലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പേര് ലഭിച്ചത്. ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കേരളത്തിലെ ഗുട്ടൻബർഗ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മറന്നുപോകരുത്, ബെഞ്ചമിൻ ബെയ്ലി. 12ാമത്തെ ചോദ്യം, പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിലാക്കി ഇന്റർനെറ്റിൽ സൗജന്യമായി ലഭ്യമാക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലൈബ്രറി പ്രൊജക്ട് ഏതാണ്? ഉത്തരം സായാഹ്ന ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഗ്രന്ഥപുര എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിലാക്കി ഇന്റർനെറ്റിൽ സൗജന്യമായി ലഭ്യമാക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലൈബ്രറി പ്രൊജക്റ്റാണിത്. പേരെന്താണ്? സായാഹ്ന ഫൗണ്ടേഷൻ. പഴയതും പുതിയതുമായ മലയാളം പുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സ്വതന്ത്ര കൂട്ടായ്മയാണ് സായാഹ്ന ഫൗണ്ടേഷൻ. 13ാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1993. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏതാണ്? ഉത്തരം 1993 കേരള സർക്കാർ നൽകുന്ന ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് എന്നുകൂടി ഓർത്തിരിക്കുക. 14ാമത്തെ ചോദ്യം, ഗ്രന്ഥശാലാ നിയമം അല്ലെങ്കിൽ ലൈബ്രറി ആക്ട് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാടാണ്. 1948 ഗ്രന്ഥശാലാ നിയമം അല്ലെങ്കിൽ ലൈബ്രറി ആക്ട് തമിഴ്നാട്ടിൽ പാസാക്കുന്നത്. പൊതുജനങ്ങൾക്ക് വായനശാലാ സൗകര്യങ്ങൾ നിയമപരമായി ഉറപ്പാക്കാൻ പാസാക്കിയ ആദ്യത്തെ ബില്ലാണിത്. അതുപോലെ തന്നെ കേരളത്തിൽ എപ്പോഴാണ് ഈ ഒരു ലൈബ്രറി ആക്ട് വന്നത് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം 1989. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കും. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 15ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് കഴിഞ്ഞാൽ ഉടൻ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. കുട്ടികളുടെ വായനാ ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 2. ശ്രദ്ധിക്കുക, ഇത് കുട്ടികളുടെ വായനാ ദിനം എന്ന പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ അതായത് ഇന്റർനാഷണൽ ലെവലിലാണ് ഇത് ആചരിക്കുന്നത്. പ്രശസ്ത ഡാനിഷ് എഴുത്തുകാരനായ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സന്റെ ജന്മദിനമാണ് അന്താരാഷ്ട്ര ബാലസാഹിത്യ ദിനമായി അതായത് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ ആയി ആചരിക്കുന്നത്. കുട്ടികളുടെ വായനാ ദിനം എന്നും ഈ ഒരു
ദിവസം അറിയപ്പെടാറുണ്ട്? എന്നാണ് ഈ ദിവസം? ഏപ്രിൽ 2-ാം തീയതി. ഇന്നത്തെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: അവകാശികൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്ന അവകാശികൾ എഴുതിയതാര്? ഉത്തരമറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ഹാരി പോട്ടർ രചിച്ചത് ആരാണ്? ഇതിന്റെ ശരിയായ ഉത്തരം JK റൗളിംഗ് ആണ്. ഇനി ആരൊക്കെയാണ് ശരി ഉത്തരം കമന്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ്: ലക്ഷ്മി, ഫർസാന തൻസീം, ഗൗരി നന്ദ AP, മുഹമ്മദ് ഹാഷിം A, റിയ R, അഭിനവ്, നന്ദകിഷോർ, ഋതി ലക്ഷ്മി, ഫാത്തിമ റിദ K, പാർവതി, മിന, എൽന എൽസ റോബി, അതുപോലെ തന്നെ ആയിഷ, മിൻഹ, റൈഫ, ബദ്രി, അതുപോലെ തന്നെ അവസാനമായി മിൻഹ. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതേപോലെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് പോയി കാണുക. എല്ലാത്തിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷനുമാണ് പറഞ്ഞിരിക്കുന്നത്.